കാറ്ററിംഗ് സർവീസ് മേഖലയിൽ 15 വർഷത്തെ പരിചയ സമ്പത്തോടെ പാലക്കാടിന്റെ പ്രശസ്തമായ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം. നിങ്ങളുടെ ജീവിതത്തിലെ ആനന്ദകരമായ മുഹൂർത്തങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളുമുണ്ട് കൂടെ. വിശ്വസ്തയോടും ഗുണമേന്മയോടും ഉത്തരവാദിത്വത്തോടും കൂടി വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നു. വ്യത്യസ്തവും വൈവിധ്യമാർന്നതുമായ രുചിഭേദങ്ങളോടെ ഇനി നിങ്ങളുടെ ആഘോഷങ്ങൾ ആനന്ദകരമാക്കാം. വിരുന്നൊരുക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾക്കായി. ഹാപ്പി മെനു കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ്, പാലക്കാട് ആൻഡ് കോയമ്പത്തൂർ. ഫോൺ 9496324011 9400143333. ഹാപ്പി മെനു ഫോർ ഹാപ്പി ഫാമിലി. വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവിനുള്ള കാർഡുകളില്ല. സ്ഥാപന മേധാവികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബസ് ഉടമകൾ. ഒറ്റപ്പാലം മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെയാണ്. എന്നാൽ അവയ്ക്ക് യാത്രാ ഇളവിനായുള്ള തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ തർക്കം പതിവാക്കുന്നതായി ആക്ഷേപം. അംഗീകൃത കാർഡുകൾ ഇല്ലാത്ത യാത്രകളാണ് തർക്കത്തിന് ഇടയാക്കുന്നത്. കാർഡുകൾ തയ്യാറാക്കുന്നതിന് അനുവദിച്ചിട്ടുള്ള സമയപരിധി പൂർത്തിയായതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇനിയും കാർഡുകൾ നൽകാത്ത വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബസ് ഉടമകളുടെ സംയുക്ത സമിതി ഒറ്റപ്പാലം സബ് കളക്ടറെ സമീപിച്ചു. സർക്കാർ എയ്ഡഡ്, സർക്കാർ സ്വാശ്രയ വിഭാഗങ്ങളിലെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് സ്ഥാപന മേധാവികൾ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന പിങ്ക് കാർഡ് മതിയാകും. ഹയർ സെക്കൻഡറിയിലും സർവകലാശാലകളിലും മറ്റും പഠിക്കുന്നവർ സ്ഥാപന മേധാവികൾ മുഖാന്തരം അപേക്ഷിച്ച് RTO നൽകുന്ന കാർഡാണ് ഉപയോഗിക്കേണ്ടത്. സ്ഥാപന മേധാവികൾ രേഖകൾ ഹാജരാക്കി മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് കാർഡുകൾ കൈപ്പറ്റണം. ഇത്തരം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും കാർഡുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി യോഗം തീരുമാനപ്രകാരം കഴിഞ്ഞ 8 മുതലാണ് കാർഡുകൾ നിർബന്ധിതമാക്കിയത്. ജീവനക്കാർ വിദ്യാർത്ഥികളോട് കാർഡ് ചോദിച്ചാൽ തർക്കമാകുന്ന സാഹചര്യമാണ്. ഇനിയും കാർഡുകൾ വിതരണം ചെയ്യാത്ത സ്ഥാപന മേധാവികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ DYSPക്കും ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർക്കും സ്വകാര്യ ബസ് ഉടമകൾ പരാതി നൽകി.